വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ മമ്മിയുടെ വില്ലേജിലാണ്. സോ മമ്മി ജനിച്ച് വളർന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ മമ്മിയുടെ നാട്ടിൻപുറത്തെ ഒരു സ്ഥലം തൃശ്ശൂരാണ് ഈ സ്ഥലം. തൃശ്ശൂരിൽ നിന്ന് കുറച്ച് കുന്നംകുളം ഭാഗത്തോട്ട് പോകുമ്പോൾ പാറന്നൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ചിറനല്ലൂരിലാണ് മമ്മി ജനിച്ച് വളർന്നത്. പാറന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ചിറനല്ലൂരിൻ്റെ അല്ലെങ്കിൽ പാറന്നൂരിൻ്റെ ചിറ എന്ന് പറയുന്നത്. അപ്പം നമുക്കിന്ന് അതിൻ്റെ വീഡിയോസ് കാണാം, അതിൻ്റെ വഴിയിലൂടെയൊക്കെ ഒന്ന് നടക്കാം. ഐ ഹോപ്പ് യു പീപ്പിൾ വിൽ എൻജോയ്. എൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഒരു വളരെ അടുത്ത കാലത്ത് ഒരു 2 കൊല്ലമേ ആയിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഇത്രയധികം ആൾക്കാരും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പണ്ടൊക്കെ ഇത് ഭയങ്കര ലോൺലി ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ഇവിടെയുള്ള ഗ്രാമവാസികൾ മാത്രം കുറച്ച് പേര് വരുന്നു, ഈവനിങ്ങിൽ കുളിക്കാൻ ഇറങ്ങുന്നു, പശുക്കളെ വെള്ളം കുടിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് വരുന്നു. ഞങ്ങളെപ്പോലെയുള്ള പിള്ളേർ ഇവിടെ വെക്കേഷനൊക്കെ വരുമ്പോൾ കറങ്ങാൻ വരുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അടുത്ത് ഇതൊരു ടൂറിസം മേഖലയായി പ്രഖ്യാപിക്കുകയും അതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ഇപ്പോൾ ഇതിനൊരു കൈവരി ഫുൾ കെട്ടുകയും ഒരു സ്റ്റേജ് ഇവിടെ ഉണ്ടാക്കുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് ഇത് നല്ലൊരു ടൂറിസം മേഖലയായിട്ട് ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും തൃശ്ശൂരിലോട്ട് വരെയും കുന്നംകുളം ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പോകുന്ന വഴി തന്നെയാണ് ഇത്. ഒന്ന് കയറി കണ്ടു നോക്കൂ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പല സിനിമകളുടെയും ലൊക്കേഷനായിട്ട് ഈ ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. ആദാമിൻ്റെ മകൻ അബു അങ്ങനെയുള്ള കുറേ മൂവീസിൽ ഈ ഏരിയ ലൊക്കേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വന്ന് കണ്ടു നോക്കാം. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴാനി ഡാമിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഈ വെള്ളം നമ്മളൊരു ഷട്ടർ കെട്ടി സ്റ്റോപ്പ് ചെയ്യും. അത് മറുഭാഗത്തേക്ക് ഈ ഭാഗം നിറഞ്ഞു കഴിയുമ്പോൾ മറുഭാഗത്തേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്. നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പാപ്പനും കൊച്ചുമോനും കൂടെ ചിറയൊക്കെ കണ്ട് ആസ്വദിക്കുക. വാ 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 കണ്ടോ, കുറേ കാലത്തിന് ശേഷം അവനെ പുറത്തിറക്കി വെക്കണതാണിപ്പോൾ. മാസ്ക് ശരിക്കിടെ ഇറക്കൂ, മാസ്ക് ഇട്. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല പുഴമീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും ഇവിടെ വന്ന് സന്ദർശിക്കണം. നമുക്ക് ആ ചേട്ടന് വല്ല മീനൊക്കെ കിട്ടിയിട്ടുണ്ടോയെന്ന് ഒന്ന് നോക്കിക്കളയാം അല്ലേ. ഇതാ വലിച്ച് കയറ്റുന്നുണ്ട്. നല്ലതുണ്ടോ ചേട്ടാ? ഒരു ചേട്ടൻ എന്താ വല ഉയർത്തിയിട്ടുണ്ട് കണ്ടോ. അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട്, കുട്ടി കുട്ടി മീനുകളാണെന്ന് മാത്രം. അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഒരു ഏരിയയാണ്. ഈ ഏരിയയിലൊന്നും ആരും അധികം കുളിക്കാനോ കളിക്കാനോ ഒന്നും ഇറങ്ങാറില്ല. ഞാൻ മുന്നേ കാണിച്ചത് ആ ബാക്കിൽ കാണുന്ന ആ ഏരിയയിൽ അവിടെ പടവുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം, കളിക്കാം. ഇപ്പോൾ കൊറോണയുടെ സിറ്റുവേഷൻ ആയ കാരണം അങ്ങനെ ആരും ഇറങ്ങുന്നതും കളിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോഴും ആൾക്കാർ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു. ഞങ്ങളും ചെറുപ്പത്തിൽ അത്യാവശ്യം നല്ലപോലെ വന്ന് കളിക്കുന്ന ഒരേ സ്ഥലമായിരുന്നു ഇത്. പിന്നെ ഇപ്പം നല്ല ഒഴുക്കുള്ള സമയമാണ്. ഐ വിൽ ഷോ യു. സി കണ്ടോ, ഇവിടെയൊക്കെ നല്ല ഒഴുക്കുണ്ട്, നല്ല ചുഴികളൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്. ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം സൺസെറ്റ് ആവാറായിട്ടുണ്ട്. ഞാൻ എടുക്കുന്നത് ഒരു 5 മണിക്ക് ശേഷമാണ് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ ടൂറിസത്തിൻ്റെ പദ്ധതിയായിട്ടൊക്കെയാണ് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പാത്ത് വേയും പിന്നെ അതാ എല്ലായിടത്തും ഒരു സ്റ്റീലിൻ്റെ കൈവരി കൊടുത്തിരിക്കുന്നതൊക്കെ ഈ ടൂറിസത്തിൻ്റെ പദ്ധതിയായി ഇത് ഉയർത്തിയതിന് ശേഷം മാത്രമായിരുന്നു. പിന്നെ നമുക്കിതാ ഇവിടെ ഇപ്പോൾ നിറച്ച് ആൾക്കാർ വരാറുണ്ട് കാണാനായിട്ടും. ഇതാ കണ്ടോ, ഈ കൈവരിയൊക്കെ അതിന് ശേഷം വന്നത്. പണ്ടിവിടെയൊക്കെ നമുക്ക് ഈ കൈവരിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് അങ്ങനെ മീൻ പിടിക്കുന്ന പരിപാടിയും അങ്ങനെ കുറേ പരിപാടികളൊക്കെ നടത്തിയിരുന്നു.
ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ നല്ലൊരു നായക്കുട്ടി എന്താ നടന്നു പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ബെഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇരിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. കുറേ തണൽ മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, കുറച്ചേ ആയിട്ടുള്ളൂ. ഇതൊക്കെ വലുതാവുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ആക്ച്വൽ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുക. വരട്ടെ, കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും വരാം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് വയലുകളാണ്. ഞാറൊക്കെ നട്ട് വെക്കുന്നത് കാണാം നിങ്ങൾക്ക്. കണ്ടോ, ഇതാണ് അതിൻ്റെ ആ ടൂറിസം വില്ലേജ് എന്നൊക്കെ എഴുതിയ അതിൻ്റെ ബോർഡ്. ഇവിടെ നിന്നാണ് അതിൻ്റെ എൻട്രി. ഈ വഴി കൂടെ നടന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിലേക്ക് ചെറുപ്പം തൊട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങളോട് പറയുന്നത്, ആവശ്യമില്ലാണ്ട് ചെറിയ സൈഡിൽ കൂടെ ഒന്നും താഴത്തേക്ക് നോക്കണ്ട കേട്ടോ കുട്ടികളെ, വീഴു കിട്ടോ എന്നൊക്കെ ഞങ്ങളുടെ അമ്മാമ്മയും അവനൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മ വന്നതാണ്. അപ്പം ഞാനതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അവിടെയാണ് ഞാൻ ആദ്യം നിന്നിരുന്നത് നിങ്ങളോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് നടന്ന് കാണാനും ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്ലേസാണ്. റിക്കു, എന്താ റിക്കുവിൻ്റെ കയ്യിൽ? എന്ത് പുല്ലോ? പുല്ലാണോ അത്? ആണോ? ഗാഷ്. ഓക്കെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.